ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനും ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന പിതാവ് അഭിനന്ദനായ ഡോക്ടർ കുറിയാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി, ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുവാൻ തക്കവണ്ണം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ VN രാജശേഖരൻ പിള്ള, നമ്മുടെ പ്രിയങ്കരനായ KI പിലിപ്പറമ്പാച്ചൻ, അദ്ദേഹത്തെയും നമ്മളൊരു സെൻറ്റ് ജോർജ് ഓർഡർ ഓഫ് സെൻറ്റ് ജോർജ് എന്ന ബഹുമതി നൽകി സ്വീകരിക്കുന്നു. നവാഭിഷിക്തനായ ബഹുമാനപ്പെട്ട സിൽവാനോസ് റമ്പാച്ചൻ, നമ്മുടെ സഭയുടെ യുവതലമുറയ്ക്കും അതുപോലെ തന്നെ ആബാലവൃദ്ധം ജനങ്ങൾക്കും ഏറെ ആവേശവും ഊർജവും നൽകുന്ന സഭയുടെ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, നാം ആശംസാ പ്രസംഗരായിട്ട് പ്രതീക്ഷിക്കുന്ന MLA ശ്രീ ചിറ്റയം ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ, അവരൊക്കെയും ഉടനെ തന്നെ എത്തിച്ചേരും. അധ്യക്ഷ വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ ഇടവകയുടെ സീനിയർ വൈദികൻ ബഹുമാനപ്പെട്ട KV ശമുവേലച്ചൻ, അധ്യക്ഷ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഈ ഇടവകയുടെ വാർഷിക പെരുന്നാളിലെ, പ്രത്യേകിച്ച് പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിലെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ മുടങ്ങാതെ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വർഷവും അത് തന്നെ മനസ്സിൽ കുറിച്ചിട്ടിരുന്നുവെങ്കിലും ഈ വർഷം അത് പൂർത്തീകരിക്കാൻ വയ്യാത്ത ഒരു പ്രത്യേക ശുശ്രൂഷ എൻ്റെ മുൻപിൽ കടന്നു വന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, കോട്ടയം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന അഭിവന്യ ഇവാനിയോസ് തിരുമേനി കോട്ടയം ഭദ്രാസനത്തിലെ 2 വൈദിക സെമിനാരിയിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് പട്ടം കൊടുക്കാമെന്നാണ് അവർ ധാരണയുണ്ടാക്കിയിരുന്നു. അതേസമയം തിരുമേനി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കാലം ചെയ്തു പോയി. ഇപ്പോഴാ ഭദ്രാസനത്തിൻ്റെ ഔദ്യോഗികമായ ചുമതല സഭയുടെ പ്രധാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എന്നിൽ നിക്ഷിപ്തമാണ്. ഇവർ വന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇവിടെ കടന്നു വരണമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടികളുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ആ ഡേറ്റ് മാറ്റാൻ ഭയങ്കര പ്രയാസം. കാരണം ഇവാനിയോസ് തിരുമേനി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ലല്ലോ എന്ന ഒരു ദുഃഖം ആ കുട്ടികളിലേറെ ഉണ്ടായതുകൊണ്ട് ഞാനത് ആ കുട്ടികളുടെ വാക്കുകൾ സമ്മതിക്കുകയായിരുന്നു. കാരണം തിരുമേനിയും വൈദിക വിദ്യാർത്ഥികളൊക്കെ തമ്മിൽ അതുപോലെ ഉള്ള ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പൗരോഹിത്യ പദവിയിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അപൂർവമായ സന്ദർഭമാണല്ലോ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ വിശുദ്ധ ബലിയർപ്പണത്തിന് എനിക്ക് കടന്നു വരാൻ സാധിക്കാഞ്ഞത്. പിന്നീട് ഇവിടെ കടന്നു വരണം എന്നുള്ള ഒരു അതിതാല്പര്യം ഇവിടെ നിന്നുണ്ടായപ്പോൾ ആ പട്ടം കൊടുക്കാമെന്ന് പറഞ്ഞ സമയം ഏറെ നേരത്തെ അവരെ കൊണ്ട് അത് ക്രമീകരിപ്പിച്ച് ആ ശുശ്രൂഷ കഴിഞ്ഞ് ഒരു നിമിഷം പോലും ചെലവഴിക്കാതെ പാമ്പാടിയിൽ വെച്ചായിരുന്നു ആ ശുശ്രൂഷ നടത്തിയത്. വളരെ വേഗത്തിൽ തന്നെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരാനും ഇന്ന് ബലി അർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ പോലും മറ്റ് ചടങ്ങുകളിലെങ്കിലും കൃത്യമായി സംബന്ധിക്കേണ്ടതും കൂടെ സഭയുടെ ഒരു ആവശ്യമാണെന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഞാൻ കടന്നു വന്നത്. ഈ സദസ്സെന്ന് പറയുന്ന അതിമനോഹരമാണ്. വളരെ പൗരാണികമായൊരു ദേവാലയമാണ് ചന്ദനപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി. ഇവിടേക്ക് ആയിരക്കണക്കിന് വിശ്വാസികൾ കടന്നു വരുന്നുണ്ട് ഓരോ ദിവസവും, ഓരോ ഞായറാഴ്ചകളിലുമൊക്കെ ആയിട്ട്. എന്തിനു വേണ്ടി കടന്നു വരുന്നു എന്ന് ചോദിച്ചാൽ, മതപരമായ അറിവിനേക്കാൾ വലുതാണ് അനുഭവം എന്ന് പറയുന്നത്. ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നാലും അനുഭവം കൊണ്ട് ഈശ്വരനെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ്
മതത്തിന് കാതലായ അംശമുണ്ടാകുന്നത്. ഈശ്വര വിശ്വാസികളായ ഏവർക്കും തന്നെ ഈ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ വിശ്വസിച്ച് അവർ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. അത് ഇന്ന മതത്തിൽപ്പെട്ടവരെന്നോ ഇന്ന സഭയിൽപ്പെട്ടവരെന്നോ എന്നൊന്നും അങ്ങനെ തരംതിരിക്കാൻ ഒക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അനുഭവങ്ങൾ ധാരാളം കാണുന്നു. അനുഭവങ്ങളിലൂടെ ഈശ്വരനെ തിരിച്ചറിയുമ്പോൾ അതിൽ നിന്ന് ആരെയും മാറ്റി നിർത്തുവാനായിട്ട് ആർക്കും സാധിക്കയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഒരു തീർത്ഥാടക സമ്മേളനം എന്ന നിലയിൽ രാവിലെയുള്ള ദേവാലയത്തിനകത്തെ ആരാധന കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രധാന ഈ തീർത്ഥാടക സംഘങ്ങളെ സ്വീകരിക്കാനുള്ളൊരു സമ്മേളനം, അതാണ് അതിൻ്റെ പതിവുള്ള സമ്മേളനത്തിൻ്റെ സ്ഥിതിവിശേഷം. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു തീർത്ഥാടനമാണ്. എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് ഈശ്വര വിശ്വാസികളായ എല്ലാവരും തന്നെ തീർത്ഥാടകരാണ്. അവരുടെ തീർത്ഥാടനം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് സ്വർഗോന്നതങ്ങളിലേക്കുള്ളൊരു തീർത്ഥാടനമാണ്. അങ്ങനെ നാം എല്ലാവരും തന്നെ ഒരു ഈശ്വരന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരണം എന്ന് പറയുന്ന ഒരു സ്വപ്നം എല്ലാ ഈശ്വര വിശ്വാസികളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ കടന്നു വരുന്ന ഏവരെയും ഈശ്വരൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് എല്ലാ മതിൽക്കെട്ടുകളും എല്ലാ ജാതി ചിന്തകൾക്കെല്ലാം അപ്പുറമായി ഒരു ഈശ്വര സാമീപ്യം ആഗ്രഹിക്കുന്ന ഏവർക്കും തന്നെ കടന്നു വരാനും ഈ നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാനും നമ്മുടെ ജീവിതത്തിന് അത് സമാധാനവും സംതൃപ്തിയും ലഭിക്കാനും മുഖാന്തരമായി തീരുന്നു. അത് അങ്ങനെ കടന്നു വരുമ്പോൾ ഈശ്വരൻ ദൈവം കടന്നു വരുന്ന എല്ലാവരെയും ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് അവരെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ബലഹീനമായിരിക്കുന്ന എൻ്റെ പ്രാർത്ഥന. ഇത് ഒരു സുപ്രധാനമായ സമ്മേളനമാണ്. ചന്ദനപ്പള്ളി എന്ന് പറയുന്ന ദേശത്തിന് തന്നെ ഒരു ചന്ദനത്തിൻ്റെ പരിമളം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ ചന്ദനത്തിൻ്റെ പരിമളം ഉണ്ടാകുന്നതിന് ഏറെ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമ ഉച്ചാരണം തീർച്ചയായും സഹായകരമാണ്. കാരണം അന്തരീക്ഷം എപ്പോഴും ചിലപ്പോഴൊക്കെ തിന്മകളുടെ, മനുഷ്യ മനസ്സുകളിലുള്ള മാലിന്യങ്ങളുടെ ഒരു പ്രസരം ഉണ്ടാകാനിടയുണ്ട്. അവിടെയൊക്കെ ഇതുപോലുള്ള അതീവ പരിശുദ്ധ ജീവിതം നയിച്ച് പ്രപഞ്ചത്തിൽ നിന്ന് ഈശ്വര സന്നിധിയിലേക്ക് തീർത്ഥാടകരായി വാങ്ങിപ്പോയിട്ടുള്ളവരുടെ അദൃശ്യ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട്. പരിശുദ്ധ ഗീവർഗീസ് സദായുടെ മധ്യസ്ഥതയും അനുഗ്രഹങ്ങളും ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട KI ഫിലിപ്പറമ്പാച്ചനെ ഈ വർഷത്തെ ഓർഡർ ഓഫ് സെന്റ് ജോർജ് അവാർഡ് നൽകുവാൻ നിങ്ങൾ തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായി പോയി. നാം പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥാനികളെ കണ്ടുപിടിക്കുന്നത് സമൂഹത്തിൽ പ്രസിദ്ധരായിരിക്കുന്ന ഇതിൻ്റെ മാനദണ്ഡം വെച്ചായിരിക്കും. എന്നാൽ KI ഫിലിപ്പറമ്പാച്ചൻ സമൂഹത്തിൽ പ്രസിദ്ധനാകുന്നതിനേക്കാൾ കൂടുതൽ പ്രസിദ്ധനായിരിക്കുന്നത് ദൈവികമായ സാന്നിധ്യത്തിലാണ്. ദൈവ സാന്നിധ്യത്തിൽ ഫിലിപ്പറമ്പാച്ചൻ്റെ വില എന്തെന്ന് അവിടെ ജീവന്റെ പുസ്തകത്തിൽ തീർച്ചയായും പേരെഴുതി വെച്ച് അദ്ദേഹത്തെ അവിടെ എന്നും ബഹുമാനിക്കാൻ തക്കവണ്ണമുള്ള ക്രമീകരണം എപ്പോഴും ഉണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹത്തിന് ഇപ്രകാരമുള്ള ത്യാഗപൂർണമായ ഒരു ജീവിതം നയിക്കാൻ തക്കവണ്ണം പ്രേരണ ലഭിച്ചത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന കാലം ചെയ്ത അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയാണ്. പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, ദരിദ്രന്മാർക്ക് വേണ്ടി സംസാരിക്കുക, അതുപോലെ പട്ടിണി കിടക്കുന്നവരെ അവരെ കരുതുക, അശരണർക്ക് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും ഒഴിഞ്ഞു വയ്ക്കുക, ഇതൊക്കെ തിരുമേനിയുടെ ഏറ്റവും മുഖ്യ പ്രവർത്തന ശൈലികളായിരുന്നു. നമുക്കറിയാം, ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി മലങ്കര സഭയിൽ എവിടെ ചെന്നാലും ചോദിക്കാതെ തന്നെ തിരുമേനിയുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞ് ജനങ്ങൾ സഹായിക്കുകയാണ്.
ജനങ്ങൾ സഹായിക്കുന്നത് തിരുമേനിക്ക് വേണ്ടിയല്ല, തിരുമേനിക്ക് അതിൽ നിന്ന് ഒന്നും നേടാനില്ല. പക്ഷേ താൻ ആ വിധത്തിൽ എല്ലാവരിൽ നിന്നും സഹായങ്ങൾ സ്വീകരിക്കുന്നത് നാം ആരും അറിയാത്ത പട്ടിണി കിടക്കുന്ന രോഗികളായിരിക്കുന്ന ബഹുമാനപ്പെട്ട കെ ഫിലിപ്പറമ്പാച്ചനെ ഏകദേശം 80 വയസ്സായെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇപ്പോഴും ട്രെയിനിലെ 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്ഭുതം തോന്നും. കാരണം അതുപോലെ ഭാരതം മുഴുവനും ഓടി നടക്കുകയാണ്. ഇപ്പോഴദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് അവിടെയുള്ള രോഗികൾക്ക് ശുശ്രൂഷിക്കാനുള്ള ക്രമീകരണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡമൻസിലുണ്ട്, അതുപോലെ തന്നെ കലഹണ്ടിയിലുണ്ട്, ഉത്തരഭാരതത്തിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. ലോകം മുഴുവനും അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സ്വന്തം ജീവനും ജീവിതവും ധാരാളമായി ഒഴിഞ്ഞുവെച്ച് അവസാനം വരെ ഓടി നടന്ന് ഈ വക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിതാവാണ് ബഹുമാനപ്പെട്ട കെ ഫിലിപ്പറമ്പാച്ചൻ. അതുകൊണ്ട് ഫിലിപ്പറമ്പാച്ചൻ ദൈവസന്നിധിയിൽ വളരെ ബഹുമതിയുള്ളൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ ഈ ഓർഡർ ഓഫ് സെന്റ് ജോർജ് നൽകി ആദരിക്കുവാൻ തീരുമാനിച്ചത് തീർച്ചയായും ഉചിതമായി. പരിശുദ്ധ ഗീവർഗീസ് സഹത ഇക്കാര്യത്തിൽ കൂടുതൽ ഈ ഇടവകയെ അനുഗ്രഹിക്കും, അല്ലെങ്കിൽ അങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള സമിതിക്ക് ആ വിധത്തിലുള്ളൊരു പ്രേരണ നൽകിയതും പരിശുദ്ധ ഗീവർഗീസ് സഹതായുടെ പ്രത്യേക ഒരു മധ്യസ്ഥതയെന്നോ അല്ലെങ്കിൽ നിയോഗമെന്നോ എന്ന് ഞാൻ വിളിക്കുകയാണ്. അതും ഏറ്റവും ഉചിതമായി എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ ആ ഗണത്തിൽപ്പെട്ട ഒരു നവാഭിഷക്ത റമ്പാച്ചനാണ് സിൽവാനോസ് റമ്പാച്ചൻ. അദ്ദേഹം ഈ ഇടവകക്കാരനാണ് എന്നുള്ളതാണ് പ്രത്യേകത. അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ ആത്മീയ മക്കളിൽ ഇപ്പോഴത്തെ ഇളം തലമുറയിൽപ്പെട്ട സിൽവാനോസ് റമ്പാച്ചൻ, അദ്ദേഹം ഈ ഇടവകക്കാരനാണ്. അപ്പോൾ ആ തിരുമേനിയുടെ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളിലെ ആകർഷണം ഉണ്ടായിട്ട് ആണ് ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ ഇപ്പോഴത്തെ സിൽവാനോസ് റമ്പാച്ചൻ ഈ സ്ഥാനത്തേക്ക് ദൈവം കൈക്ക് പിടിച്ച് ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെയും സ്വീകരിക്കുന്നത്, അദ്ദേഹത്തിനെ നമ്മൾ അനുമോദിക്കുന്നത്, അതും ഈശ്വരാനുഗ്രഹം ലഭിപ്പാൻ തക്കവണ്ണം നമുക്കിടയായി തീരും. അതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ ഒരു കൊച്ചു ജമാഅത്തിനെ നമ്മൾ കാണുന്നുണ്ട്. ജേക്കബ് ദാനിയൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആചാര്യഗണത്തിലേക്ക് അദ്ദേഹവും ഇളം തലമുറക്കാരനായിട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. അവരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യാൻ തക്കവണ്ണം ഈ ഇടവക മനസ്സ് കാണിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. ദീർഘമായി എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഞാൻ ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതം ലോകത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്രദമായി തീരണം. നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, വീട്ടിലുള്ളവർക്ക് നാം അത് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് നമുക്കൊരു പ്രത്യേക ത്യാഗത്തിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ മനുഷ്യ ജീവിതം നമ്മുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ വൃത്തത്തിലോ ഉള്ളവർക്കല്ലാത്ത, നമുക്കൊരു പരിചയമില്ലാത്ത ആർക്കെങ്കിലും ഉപകാരപ്രദമായ വിധത്തിൽ ജീവിതം ചെലവഴിക്കാൻ സാധിക്കുമ്പോൾ അതായിരിക്കും ഒരുപക്ഷെ ദൈവസന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ട ഒരു വിഷയമായി തീരുന്നത്. അതിന് ഇടവക പല വിധത്തിലും പ്രേരിപ്പിക്കുന്നു, അതിനെ അങ്ങനെ ചെയ്യുന്നവരെ ബഹുമാനിക്കുന്നു. ഇടവക തീർച്ചയായും ആ വിധത്തിലെ ഏറ്റവും നല്ല നിലയിൽ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു. എൻ്റെ വാക്ക് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഈശ്വര ദർശനം കൃത്യമായി ഉണ്ടാകുകയും മറ്റുള്ളവർക്ക് പരോപകാരിയായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ നിലവിളക്ക് കൊളുത്തി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്.